റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷവും ഒരു മാസവും ആവുന്നു. 1 മാസം കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് പേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയതിന് ശേഷം. അതിന് മുമ്പ് അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എന്നെപ്പറ്റി ആരെങ്കിലും പറഞ്ഞു കേട്ടതായിട്ടോ ഒന്നും എനിക്ക് അങ്ങനെ കാര്യമായിട്ട് അറിയില്ല. ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയതിന് ശേഷം വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് പറ്റിയ മണ്ടത്തരം എന്താണെന്ന്, എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ. ഗൈസ്, അങ്ങനെ ഹംഗ്രി മൃണാൾ ഒരുപാട് ഇഷ്യൂസും ഒരുപാട് സോഷ്യൽ മീഡിയയിൽ തരംഗമായ ഹംഗ്രി മൃണാൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നഷ്ടത്തിലാണ് പോകുന്നുള്ളത്. അതായത് ഏകദേശം ക്ലോസിങ്ങിൻ്റെ വക്കിലെത്തിയെന്നാണ് അദ്ദേഹത്തിൻ്റെ ടോക്കിൽ നമുക്ക് മനസ്സിലാകുന്നുള്ളത്. അദ്ദേഹത്തിന് ഒരുപാട് മിസ്റ്റേക്ക് സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ അബദ്ധങ്ങൾ അത് ഞങ്ങളിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടപ്പെട്ടവർ കുറേ പേരുണ്ടല്ലോ, എൻ്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ. അപ്പോൾ ശരിയാണ്, വലിയ മണ്ടത്തരങ്ങളാണ് ഞാൻ ചെയ്തത്. ഒരു സാധാരണ കുടുംബത്തിന്റെ പല വർഷങ്ങളുടെ 10-20 വർഷത്തിന്റെ വരുമാനം ചെലവാക്കിയിട്ടാണ് ഞങ്ങൾ ജസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് മാത്രം ഉണ്ടാക്കിയത്. ഫ്രഷ് വാട്ടറും വേസ്റ്റ് വാട്ടറും. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സർട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെലവാക്കിയത് അത്രയധികം പൈസയാണ്. ഇതൊക്കെ എനിക്ക് വേണ്ടി തെറ്റാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എടപ്പള്ളി പോലത്തെ ഒരു സ്ഥലത്ത് അത്രയധികം പൈസ ചെലവാക്കി അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കി, ഓപ്പൺ കിച്ചൺ ഉണ്ടാക്കിയത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അടച്ചിടണമായിരുന്നു കിച്ചൺ. ഒരിക്കലും തുറന്നിടാൻ പാടില്ലായിരുന്നു. അവിടെ നടക്കുന്ന എന്താണെന്ന് പുറത്ത് കാണാൻ പാടില്ലായിരുന്നു. നല്ല ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കാൻ ശ്രമിച്ചത്, ക്വാളിറ്റിയുള്ള ഭക്ഷണം വിലക്കുറവിൽ കൊടുക്കാൻ ശ്രമിച്ചത്, ഇതൊക്കെ ഭയങ്കര തെറ്റായിപ്പോയി. ഞാനത് ശരിക്കും റിയലൈസ് ചെയ്യുന്നു. മേ ബി ഇപ്പം ഞാൻ ഹംഗ്രി മൃണാളിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ഞാനാണ്. അത് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ഇൻവെസ്റ്ററോട് ഞാൻ കുറച്ച് നേരം സംസാരിക്കുകയായിരുന്നു. അപ്പൊ അയാൾ എന്നോട് പറയാ, മൃണാളെ നീ മണ്ടനാടാ. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ താനിത് കണ്ടോണ്ട് നിന്ന ആളല്ലേ. അപ്പൊ അയാൾ പറഞ്ഞു, ശരിയാ ഞാനും മണ്ടനാ, നീ പറഞ്ഞ ഞാൻ വിശ്വസിച്ചു. ശരിയല്ലേ? എന്തിനാ ഇത് ചെയ്ത്? എന്തിനാ ഇത്രയധികം ലക്ഷം രൂപ ചെലവാക്കിയിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ NOC മേടിച്ച റെസ്റ്റോറന്റിന് ആരാ മേടിക്കുന്നുള്ളത്? അങ്ങനെ അത് ചെയ്ത് തെറ്റായിപ്പോയി. അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു ഗ്രീസ് ട്രാപ്പ് പോലും വെക്കാത്ത അതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ ചെയ്യാതെ ഞാനൊരു സാധാരണ രീതിയിലുള്ള ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയിരുന്നെങ്കിൽ കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ കലക്കി ഒരു സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന അതേ വിലക്ക് കസ്റ്റമേഴ്സിന് കൊടുത്തിരുന്നെങ്കിൽ ആർക്കും എന്നെ പറ്റി ഒരു പരാതി ഉണ്ടാവുമായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്താ ഈ റെസ്റ്റോറന്റിനെ പറ്റിയിട്ടുള്ള പരാതികൾ നിങ്ങൾ നോക്കൂ. ആ പരാതികളെല്ലാം ക്വാളിറ്റിയുള്ള നല്ല ഭക്ഷണം. അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക് ഇന്നും അദ്ദേഹം സമ്മതിക്കുന്നില്ല. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു പൊല്യൂഷൻസിൻ്റെതും ബാക്കി വാട്ടർ പ്ലാന്റ്സിൻ്റെ കാര്യങ്ങളും അതൊക്കെ വേറെ ആരും ചെയ്യുന്നില്ല, അദ്ദേഹം മാത്രം ചെയ്യുന്നു. ഇവിടെയും അങ്ങനെയാണ് പറയുന്നത് അദ്ദേഹം. ദ വേ എബൌട്ട് ഫുഡിനെ കുറിച്ചിട്ടും അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അത് എങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ആണ്, വിഷം ചേർക്കാത്ത, മായം ചേർക്കാത്ത കോസ്റ്റ്ലി കാര്യങ്ങളാണ് ഞാൻ ബിരിയാണിയിൽ ചേർക്കുന്നത്. എന്നിട്ട് കമ്പയർ ചെയ്യും ബാക്കിയുള്ള റെസ്റ്റോറൻറ്റ്സിൽ അങ്ങനെയല്ല ചെയ്യുന്നത്, ഞാൻ മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് ഒരു സ്വയം പൊങ്ങി, അതായത് അദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റിന് അഡ്വർടൈസിങ് വേണ്ടിയിട്ടോ പ്രൊമോഷന് വേണ്ടിയിട്ടോ അദ്ദേഹത്തിന് പറയാം എങ്ങനെ എൻ്റെ ഫുഡ് ഇങ്ങനെയാണ്, അടിപൊളിയാണ്, കാര്യങ്ങൾ പറയാം. പക്ഷേ അദ്ദേഹം എപ്പോഴും ബാക്കിയുള്ള റെസ്റ്റോറൻറ്റ്സിനായാലും ബാക്കിയുള്ള ആൾക്കാർ താഴ്ത്തിയിട്ട് ഞാനാണ് ബെസ്റ്റ്, ഞാൻ മാത്രമാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞ് നടത്തും. ഒരു റെസ്റ്റോറൻറ്റ് മുതലാളി, ഇത്ര ഫേമസ് ആയ ഒരാൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോയാൽ ജനങ്ങൾ എന്ത് കരുതും? പുതിയൊരു സംഭവമാണ് അദ്ദേഹം കൊണ്ടുവന്നത്, സെൽഫ് സർവീസ്. പിന്നെ ചോറ് വേറെ, മറ്റേ റൈത്ത വാങ്ങണമെങ്കിൽ അതിന് വേറെ ക്യാഷ്. ആ കൺസെപ്റ്റ് ഓക്കെ. പക്ഷേ അത്ര തിരക്കുള്ള ഒരു സ്ഥലത്ത് കൂടുതലും ജോലിക്കാരും മറ്റു കാര്യങ്ങളായിരിക്കും വരുന്നത്, ആൾക്കാരായിരിക്കും കൂടുതൽ വരിക. അപ്പോൾ അവർക്ക് സമയം ഉണ്ടാവില്ല വെയിറ്റ് ചെയ്യാൻ, സെൽഫ് സർവീസ് ചെയ്യാൻ ഒന്നും സമയം ഉണ്ടാവില്ല. പിന്നെ ഇദ്ദേഹത്തിൻ്റെ നമ്പർ 1 തള്ളായിരുന്നു അദ്ദേഹം. തള്ളി മറിക്കലാണ്. പിന്നെ ഇദ്ദേഹം പറയുന്നുണ്ട്, ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയതിന് ശേഷമാണ് ഇദ്ദേഹത്തിന് ഒരുപാട് നെഗറ്റീവ്സും ശത്രുക്കളൊക്കെ ഉണ്ടായെന്ന്. അല്ല, അയാളെ പണ്ടേ ട്രോളുന്നുണ്ട്. ഒരുപാട് പാവങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരുപാട് ഇല്ലാത്തതും ഉള്ളതുമായ കുറ്റങ്ങൾ പറഞ്ഞിട്ട് കുറേ റെസ്റ്റോറൻറ്റൊക്കെ പൂട്ടിച്ചാളാൻ ഇദ്ദേഹം. ഇപ്പോഴും ഇദ്ദേഹം സമ്മതിക്കുന്നില്ല, ഇതൊന്നുമല്ല എൻ്റെ മിസ്റ്റേക്ക് എന്ന്. അദ്ദേഹം പറയുന്നത്, ഞാൻ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുത്തു, ഞാൻ ഓപ്പൺ കിച്ചൺ വെച്ചു, ഞാൻ
വാട്ടർ പ്ലാന്റ് ഉണ്ടാക്കി. ഇതൊക്കെയാണ് എൻ്റെ മിസ്റ്റേക്ക്, അതുകൊണ്ടാണ് പൂട്ടിയെന്നാണ് പറയുന്നത്, പൂട്ടാൻ പോവാണ്. അതൊന്നുമല്ല അയാൾ മിസ്റ്റേക്ക് എന്ന് അയാൾ ഇന്നും മനസ്സിലാക്കുന്നില്ല. അയാളുടെ മിസ്റ്റേക്ക് ഇതാണ്, സ്വയം പൊങ്ങുക. ഓക്കെ, അയാൾ പൊങ്ങിക്കോട്ടെ, അയാൾക്ക് പൊങ്ങാം. അയാൾ പൊങ്ങണ്ട എങ്ങനെ? അയാൾ ഫുഡിനെ കുറിച്ചിട്ട് പറയാം, അയാൾ ഫുഡിനെ മാത്രം കുറിച്ചിട്ട് പറയാം. ഇത് അന്ന് സ്ട്രീറ്റിൽ, അതായത് റോഡ് സൈഡ് ബൺ മസ്ക വിൽക്കുന്ന അവരെ വരെ അപമാനിച്ചോനാന്നിവൻ. അവരുപയോഗിക്കുന്ന ക്രീമി മറ്റതാണ്, അതായത് അൺഹെൽത്തി ആണ്, അത് ഹെൽത്തിന് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ ഒരു മോനാണ് ഇദ്ദേഹം. അപ്പം ഇങ്ങനെയൊക്കെയല്ലേ സംഭവിക്കൂ, ജനങ്ങൾ ഇങ്ങനെയൊക്കെയല്ലേ കാണും. അദ്ദേഹത്തെ എങ്ങനെ വിലയിരുത്തും ആൾക്കാർ? അദ്ദേഹത്തോട് ദേഷ്യമല്ലാതെ സ്നേഹം വരുന്ന എന്ത് കാര്യം അയാൾ ചെയ്തിട്ടുള്ളത്? അയാൾ പറയുന്നത് ഞാൻ റീസണബിൾ പ്രൈസിനാണ് കൊടുക്കുന്നത്. എന്ത് റീസണബിൾ പ്രൈസ്? ഒരുപാട് ബ്ലോഗേഴ്സും ബാക്കിയുള്ളവരൊക്കെ പോയി റിവ്യൂ ഇട്ടതാണ്, വൃത്തിയുടെ കാര്യത്തിൽ വരെ മോശമാണ്, അതായത് ഈച്ചയൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ടെന്ന്. ഓക്കെ, എനിവേ, ആരും ഷോപ്പ് പൂട്ടുന്നതിലോ ഇതിലൊന്നും സന്തോഷമില്ല. ആരും ബിസിനസ്സും എല്ലാവരും ബിസിനസ് ഇമ്പ്രൂവ്മെൻ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാഷും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഒരു ബിസിനസ് തുറന്ന്. ആരും ബിസിനസ് പൂട്ടണമെന്ന് ആഗ്രഹിക്കുന്നതല്ല. ബട്ട് ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടറും ഇദ്ദേഹത്തിൻ്റെ സ്വഭാവവും ഒക്കെ അങ്ങനെ ആയിപ്പോയി. ഓക്കെ, ബൈ ഗൈസ്.